ആരാപ്പാമേ? ആരാന്നറിയില്ല രാഘവേട്ടാ, നോക്കട്ടെ. ആ എന്താ? എന്താ വന്നേന്നാ ചോദിച്ചേ? ഇങ്ങനെയാണോ ഭാമേ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കേണ്ടത്? മക്കളെത്തുവാ? നിക്ക്, അകത്തേക്ക് പോകാൻ വരട്ടെ. നിങ്ങൾ എന്തിനാ വന്നേന്ന് പറഞ്ഞില്ലല്ലോ. സത്യമേ, പപ്പി മോളെ കൊണ്ടുപോവാൻ. പപ്പി ഇവിടെ ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? അച്ഛൻ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. അപ്പോഴാ അറിഞ്ഞത് പപ്പിമോള് അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. നിനക്ക് നാണമില്ലേടി ഇങ്ങനെ ഇവിടെ വന്ന് ഓരോന്ന് പറയാൻ? മക്കളെ വളർത്തുന്നു, ഇങ്ങനെയാണോടി കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ആ കുഞ്ഞു റോഡിൽ കൂടെ പോയപ്പോ വല്ല വണ്ടി മുട്ടി ചത്തു പോയിരുന്നെങ്കിലോ? ഭാമേ എന്തിനാവാ ഇത്? അറമറ്റ രീതിയിലൊന്നും പറയല്ലേ. ഓ, ഇവളെ പോലുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റും. എങ്കിലേ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കും. സത്യമേ, പപ്പിമോൾ ആരോടും പറയാതെ ഇറങ്ങി പോയത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ മോളെ അങ്ങനെ വിടുവോ? പോത്തുപോലെ ഉറങ്ങിക്കിടന്നാലേ ഇതല്ല, ഇതിന്റെ അപ്പുറം സംഭവിക്കും. മക്കളടുത്തുണ്ടെങ്കിലേ പെറ്റമ്മയ്ക്ക് പാതി ഉറക്കമേ ഉണ്ടാകാവൂ. ബാക്കി പാതി മക്കളുടെ സുഖമായ ഉറക്കത്തിന് വേണ്ടി നീക്കി വെക്കും. അതാ പെറ്റ തള്ളയുടെ ധർമ്മം. അല്ലാതെ മക്കളെ പ്രസവിച്ചിട്ട് കാണുന്നവരെ അച്ഛനാക്കാൻ നടക്കുന്നവർക്ക് യഥാർത്ഥ തള്ളയുടെ ഗുണമൊന്നും കിട്ടിയെന്ന് വരില്ല. ഭാമേ നീ ചുമ്മാ കാടൽ സംസാരിക്കുക. പിന്നെ മോളെങ്ങനെ ഇവിടെ വന്നു? അല്ല അത് പിന്നെ ഞാനങ്ങനെ അവിടെ ചെന്ന ഞാൻ ആലോചിക്കുന്നേ. അല്ല ഇടയ്ക്ക് എവിടെ വെച്ച് ഞാൻ നമ്മുടെ മോൻ വിഷ്ണുവിനെയും കണ്ടായിരുന്നു. അല്ല, വിഷ്ണുവിനെയോ? എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് വരാഞ്ഞത്? അവനങ്ങനെ വരും, പോലീസുകാർ തെരഞ്ഞെടുക്കില്ലയോ? ഈശ്വര, അവൻ എന്തിനാ ഈ ഒരു ഏടാകുടത്തി പോയി ചാടിയത്? ഈ ലോറി പണി നമുക്ക് പറ്റിയതല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ. പറഞ്ഞില്ലേ? അച്ഛനും മോനും കേട്ടോ അത്? എന്റെ പാമ, അതൊരു കള്ളക്കേസാ. നമ്മുടെ മോൻ വിഷ്ണുവിനെ അതിൽ മനപ്പുറം കുടിക്കതാ. ആ കള്ളക്കേസ് തെളിയിക്കുന്നവരെ അവന് ഒടുവിലായിരിക്കും. ആ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? രാത്രി നാടായി നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിട്ട് വന്ന മനുഷ്യൻ ചോദിച്ചപ്പോ പറയുന്നു എങ്ങനെ പുറത്തെത്തിന്ന് അറിയില്ലെന്ന്. വരുന്ന പോലെയൊക്കെ അങ്ങ് വരട്ടെ, എല്ലാം അനുഭവിക്കാൻ ഞാനിങ്ങനെ ഉണ്ടല്ലോ. അനുഭവിക്കുക തന്നെ, അല്ലാതെ പറയാനാ. ഇന്നലെ ശരിക്കും എന്ത് സംഭവിച്ചത്? പുറത്തേക്കൊന്നും ഇറങ്ങി പോയിക്കളയല്ലേ? ഇനി എനിക്ക് ഓടാൻ വയ്യ. ഓ ശ്യാമേ, 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 പപ്പി, ശ്യാമേ. ഇവിടെ പോയി കിടക്കുന്നത് നിങ്ങള്? ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. പപ്പി, നീ ഇതെവിടെയാ? ഓ, അത് ശരി, ഇപ്പോഴെങ്കിലും തിരക്കാൻ തോന്നിയല്ലോ. ആ വീട്ടിൽ ഇന്നലെ രാത്രി നടന്നതൊന്നും നിങ്ങൾക്ക് ഓർമ്മ കാണില്ലല്ലോ.
നിങ്ങൾ ജീവിക്കുന്ന തന്നെ മദ്യം കഴിക്കാൻ വേണ്ടിട്ടല്ലേ? പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എടി നിന്റെ പഴംപുരാണം കേൾക്കാനല്ല വിളിച്ചത്. പപ്പി നിന്റെ ഒപ്പം ഉണ്ടോന്ന്. ഇന്നലെ രാത്രി പപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏ? പപ്പിയെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒരുപാട് വിളിച്ചതാ. എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ. നിങ്ങൾക്കപ്പോ ഉറക്കമാണ് വലുത്. ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇനി ഞങ്ങളുടെ ശല്യം നിങ്ങൾക്കില്ല. കുടിക്കോ, കുടിച്ചു മറിയോ, ഉറങ്ങുവോ, ഉറങ്ങാതിരിക്കോ, എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ ആരും ഇടപെടില്ല. സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുവല്ലേ? നശിപ്പിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കുക. രോഹിത്തെ, നിങ്ങളിപ്പോ നാശത്തിന്റെ പടുകുഴിയിലാ നിൽക്കുന്നത്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോ നീയും മോളും ഇങ്ങോട്ട് വരുന്നില്ലെന്നാണോ പറയുന്നേ? ഇല്ല, വരുന്നില്ല. എടി ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ കൂടെ എന്തുറപ്പില്ല ഞങ്ങൾ കഴിയാ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചു. ഒരാളും എതിര് പറയാൻ വരില്ല. ശ്യാമൻ, പോട്ടെ, എല്ലാവരും പോട്ടെ. രോഹിത് ഒറ്റയ്ക്ക് ജീവിക്കും. ആ, അങ്ങനെ ഒരാളെ തോൽപ്പിക്കാൻ നോക്കിയാ അങ്ങനെയൊന്നും തോൽക്കുന്നതല്ല രോഹിത്. എന്താ രോഹിത്തെ പ്രശ്നം?